നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അടുത്തിടെ നടന്ന ഒരു സങ്കടകരമായ സംഭവം ഞാനൊന്ന് വിവരിക്കാം. വിനോദയാത്രക്കിടയിൽ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിമരിച്ച 8 വയസ്സുകാരനായ ഒരു മകന്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവരുന്നു. അപ്പോൾ ആ കുഞ്ഞിന്റെ അച്ഛൻ ഫോറൻസിക് സർജനോട് കരഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. ഡോക്ടർ, എൻ്റെ കുഞ്ഞിനെ കീറി മുറിക്കാതെ മരണകാരണം കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ ചോദ്യം ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒന്നാണ്. പ്രിയപ്പെട്ട ഒരാളുടെ പെട്ടെന്നുള്ള വിയോഗം നൽകുന്ന വേദന വാക്കുകൾക്കും അപ്പുറമാണ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു മാനസിക വിഷമം കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ആ പ്രിയപ്പെട്ട ആളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ടേബിളിൽ കത്തിയും കത്രികയും ഉപയോഗിച്ച് കീറി മുറിക്കേണ്ടി വരുമ്പോൾ. മരിച്ചുപോയി എന്നാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശരീരം സംസ്കാര നടപടികൾ കഴിയുന്നതുവരെ എങ്കിലും കേടുപാടുകൾ കൂടാതെ നിലനിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? വർഷങ്ങൾക്ക് മുൻപ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്നും നമുക്ക് മടക്കി കിട്ടുന്ന ശവശരീരങ്ങൾ അസ്വാഭാവിക മരണം വരുത്തിവെക്കുന്ന ആ ഓർമ്മകൾക്ക് ഇരട്ടി പ്രഹരമേൽപ്പിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് സമ്മാനിച്ചിരുന്നത്. ആ വ്യക്തിയുടെ നെറ്റിക്ക് കുറുകെ വലിയൊരു പാടുണ്ടാവും. അത് തുന്നിക്കെട്ടിയ വലിയ നൂലിൻ്റെ പാടുകളും, കൂടാതെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ കീറി മുറിച്ച് തുന്നിക്കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥ. അന്നത്തെ കാലത്ത് തങ്ങളുടെ കൊച്ചുകുട്ടികളെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശവശരീരങ്ങൾ കാണിക്കാൻ മാതാപിതാക്കൾ വിസമ്മതിക്കുമായിരുന്നു. അത്രമാത്രം ഭീകരമായിരുന്നു ആ ശവശരീരങ്ങളുടെ അവസ്ഥ. കാലം മാറി. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന്റെ രീതികൾ മാറിയതിന്റെ ഭാഗമായി മുഖത്തൊക്കെ പരമാവധി പരിക്കു പറ്റാതെയാണ് ഇപ്പോൾ ആധുനിക ശാസ്ത്രം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ശാസ്ത്രം മനുഷ്യന്റെ വികാരങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. ശവശരീരത്തെ കീറിമുറിക്കുന്ന പ്രാകൃതമായ പോസ്റ്റ്മോർട്ടത്തിന് ബദലായി മറ്റൊന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. ആ ശാസ്ത്രീയ പരിഹാരമാണ് ഇന്ന് ലോകമെമ്പാടും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിർച്വൽ ഓട്ടോപ്സി അഥവാ വിട്ടോപ്സി. നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. പറഞ്ഞു വന്നത്, മൃതദേഹത്തിൽ ഒരു പോറൽ പോലും വരുത്താതെ സ്കാനിംഗ് വഴി മരണകാരണം കണ്ടെത്തുന്ന അതിശയകരമായ ഒരു സാങ്കേതിക വിദ്യ. ഇന്നലെ കേരളത്തിന്റെ ആദരണീയനായ ആരോഗ്യമന്ത്രി ശ്രീമാൻ കെ മുരളീധരൻ ഈ സംവിധാനം നമ്മളുടെ സംസ്ഥാനത്തും, അതായത് മൃതദേഹം കീറിമുറിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന വിർച്വൽ ഓട്ടോപ്സി സംവിധാനം കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി ഒരുക്കി നൽകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വളരെ വേഗത്തിൽ ആ സംവിധാനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊസീജിയറിനെ കുറിച്ച് വളരെ ലളിതമായി ഒന്ന് മനസ്സിലാക്കാം. ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു ആകാംക്ഷ ഉണ്ടായിട്ടുണ്ട്, എന്താണ് വിർച്വൽ ഓട്ടോപ്സി? നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി CT സ്കാനോ MRI സ്കാനോ ഒക്കെ ചെയ്യാറില്ലേ? അതേ സാങ്കേതിക വിദ്യ തന്നെ മരിച്ച വ്യക്തിയുടെ ശരീരത്തിൽ പ്രയോഗിക്കുന്ന രീതി തന്നെയാണിത്. ഒരു സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ ശരീരം കീറിമുറിച്ച് ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചിട്ടാണ് മരണകാരണം കണ്ടെത്തുന്നത്. എന്നാൽ വിർച്വൽ ഓട്ടോപ്സിയിൽ ശരീരം ഒട്ടും കീറുന്നില്ല, യാതൊരു പരിക്കും ആ ദേഹത്തിന് സംഭവിക്കുന്നില്ല. പകരം മൃതദേഹത്തെ ഒരു പ്രത്യേകതരം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ്, അതായത് ആ മൃതദേഹത്തിൽ എന്തെങ്കിലും വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും മാറ്റേണ്ട ആവശ്യമില്ല. ആ ശരീരം ഒരു പ്രത്യേകതരം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് CT സ്കാൻ, MRI സ്കാൻ, 3D സർഫേസ് സ്കാനിംഗ് എന്നിവയ്ക്ക് വിധേയമാക്കുന്നു. വെറും 10 മിനിറ്റ് മുതൽ 30 മിനിറ്റിനുള്ളിൽ സ്കാനിംഗ് പൂർത്തിയാവും. സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് മണിക്കൂറുകൾ എടുക്കുമ്പോഴാണ് ഈ വേഗതയെന്നത് ഓർക്കണം. ഈ സ്കാനിങ്ങിലൂടെ കമ്പ്യൂട്ടറിൽ മൃതദേഹത്തിന്റെ പൂർണ്ണമായ ഒരു 3D ഡിജിറ്റൽ രൂപം നിർമ്മിക്കപ്പെടുകയാണ്. അത് വെറും ഒരു ഭാവനയല്ല. നമ്മുടെ ഇന്ത്യയിലും ഇത് സജീവമായി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാം പ്രശസ്ത ഹാസ്യ നടൻ രാജു ശ്രീവാസ്തവയെ ഓർമ്മയുണ്ടാവും. 2022 ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ അദ്ദേഹം ദിവസങ്ങളോളം തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസ് പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടു. അന്ന് ന്യൂഡൽഹി എയിംസിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ സുധീർ ഗുപ്തയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ചെയ്തത് ഈ വിർച്വൽ ഓട്ടോപ്സി ആയിരുന്നു. ശരീരം കീറിമുറിക്കാതെ തന്നെ വീഴ്ചയിൽ എന്തെങ്കിലും രക്തസ്രാവമോ ആന്തരിക പരിക്കുകളോ ഉണ്ടായോ എന്ന് കൃത്യമായി കണ്ടെത്താൻ ഇതിലൂടെ അവർക്ക് സാധിച്ചു. ബന്ധുക്കളുടെ വൈകാരിക വിഷമം കണക്കിലെടുത്ത് മൃതദേഹം എത്രയും വേഗം അവർക്ക് വിട്ടു നൽകാനും കഴിഞ്ഞു. ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഈ പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് പ്രധാനമായും 4 വലിയ ഗുണങ്ങളാണുള്ളത്. 1. മതപരവും സാമൂഹ്യപരവുമായ സ്വീകാര്യത. നിങ്ങൾക്കറിയാം, ഇസ്ലാം ഉൾപ്പെടെയുള്ള പല മതങ്ങളിലും മരണശേഷം ശരീരം കീറിമുറിക്കുന്നത് വിലക്കപ്പെട്ട കാര്യമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഈ രീതി വലിയൊരു ആശ്വാസമാണ്. 2. രഹസ്യമായ പരിക്കുകൾ കണ്ടെത്താൻ കഴിയുമെന്നതാണ്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാരുടെ കണ്ണിൽപ്പെടാതെ പോകുന്ന അതിസൂക്ഷ്മമായ അസ്ഥിയുടെ ഒടിവുകൾ, ഹെയർലൈൻ ഫ്രാക്ചേഴ്സ്, തലച്ചോറിലെ ചെറിയ രക്തം കട്ടപിടിക്കലുകൾ എന്നിവ CT സ്കാനിൽ കൃത്യമായി തെളിയും. മറ്റൊന്ന്, സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശരീരം സംസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ഒരു പരിശോധന അസാധ്യമാണ്.
എന്നാൽ വിർച്വൽ ഓട്ടോപ്സിയുടെ 3D ചിത്രങ്ങൾ കമ്പ്യൂട്ടറുകളിൽ കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാം. ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ഡോക്ടർക്ക് ഇത് പരിശോധിച്ച് കേസിൽ പുതിയ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും കഴിയും. മറ്റൊന്ന് ഡോക്ടർമാർക്കുള്ള സുരക്ഷയാണ്. അതൊന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം COVID-19, നിപ്പ തുടങ്ങിയ മാരകമായ പകർച്ചവ്യാധികൾ പിടിപെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ കീറിമുറിക്കുമ്പോൾ ഡോക്ടർമാർക്ക് അണുബാധയുണ്ടാകാൻ വലിയ സാധ്യതയാണ്. എന്നാൽ വിട്രോപ്സിയിൽ നേരിട്ടുള്ള സമ്പർക്കമില്ലാത്തതിനാൽ ഈ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാകുന്നു. അപ്പോൾ ഉയർന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഇതാണ്: ഇതിന് എന്തെങ്കിലും പരിമിതികൾ ഉണ്ടാവില്ലേ? ലിമിറ്റേഷൻസ്. എല്ലാ നല്ല വശങ്ങളും പറയുമ്പോഴും ഇതൊരു മാന്ത്രിക വഴിയൊന്നുമല്ല കേട്ടോ. ഇതിനും ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ പോസ്റ്റ്മോർട്ടത്തെ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്ന് മെഡിക്കൽ ലോകത്തിന് കഴിയില്ല. പ്രധാന പ്രശ്നം വിഷബാധ സംബന്ധിച്ചാണ്, പോയിസണിങ്. ഇനി ഒരാൾ വിഷം കഴിച്ചു മരിച്ചതാണെങ്കിൽ അത് ഏതുതരം വിഷമാണെന്ന് കണ്ടെത്താൻ ആമാശയത്തിലെ ദ്രാവകങ്ങളും രക്തവും രാസപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇതിന് സ്കാനിങ് കൊണ്ട് നടക്കില്ല. ഇതിനായി ഇപ്പോൾ CT ഗൈഡഡ് നീഡിൽ ബയോപ്സി വഴി ശരീരത്തിലേക്ക് ചെറിയ സൂചികൾ കടത്തിവിട്ട് രക്തവും സ്രവങ്ങളും എടുക്കുന്ന ഒരു രീതിയും നിലവിലുണ്ട്. ഹൃദയാഘാതം പോലെയുള്ള സ്വാഭാവിക മരണങ്ങളിലെ രോഗാവസ്ഥകൾ പൂർണ്ണമായി വിലയിരുത്താൻ ഇപ്പോഴും സാധാരണ പോസ്റ്റ്മോർട്ടം തന്നെയാണ് കൂടുതൽ കൃത്യത നൽകുന്നത്. വാഹനാപകടങ്ങളിലും ആഘാതങ്ങളും മൂലമുള്ള മരണങ്ങളിൽ വിർച്വൽ ഓട്ടോപ്സിക്ക് 84% വരെ കൃത്യതയുണ്ടെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ഉറപ്പുതരുന്നത്. അതായത് അപകട മരണങ്ങളിൽ ഈ രീതി അത്യന്തം ഫലപ്രദമാണത്രേ. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശത്തേക്ക് വരാം. ഈ സ്കാൻ റിപ്പോർട്ടുകൾ കോടതിയിൽ തെളിവായി സ്വീകരിക്കുമോ? തീർച്ചയായും സ്വീകരിക്കും. 2026 നമ്മളുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായി നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പുതിയ ക്രിമിനൽ നിയമങ്ങൾ അനുസരിച്ച് കമ്പ്യൂട്ടറുകളിൽ സൂക്ഷിക്കുന്ന ഇത്തരം ഡിജിറ്റൽ 3D സ്കാൻ ദൃശ്യങ്ങൾ കോടതിയിൽ ശക്തമായ തെളിവുകളായി ഇപ്പോൾ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഒരു കുറ്റകൃത്യത്തിൽ വെടിയുണ്ട ശരീരത്തിലേക്ക് കയറിയ പാതയോ അസ്ഥി ഒടിഞ്ഞതോ ഒക്കെ സാധാരണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതി വിവരിക്കുന്നതിനേക്കാൾ വ്യക്തമായി ജഡ്ജിയുടെ മുൻപിൽ 3D രൂപത്തിൽ കാണിച്ചു കൊടുക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കും. ആഗോളതലത്തിൽ വലിയൊരു വിപണിയായി ഈ സാങ്കേതിക വിദ്യ വളരുകയാണ്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ പോലെയുള്ള സ്ഥലങ്ങളിൽ പകുതിയിലധികം പോസ്റ്റ്മോർട്ടങ്ങളും ഇപ്പോൾ വെർച്വൽ ഓട്ടോപ്സി വഴിയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരളവും ഈ വിപ്ലവകരമായ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഇതിനായുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകാതെ തന്നെ നമ്മുടെ നാട്ടിലും സാധാരണക്കാർക്ക് ഈ സേവനം ലഭ്യമായി തുടങ്ങും. മരണപ്പെട്ട വ്യക്തിയോടുള്ള ബഹുമാനവും അന്തസ്സും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സത്യം കണ്ടെത്താൻ സഹായിക്കുന്ന ഈ വെർച്വൽ ഓട്ടോപ്സിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എങ്കിൽ അത് താഴെ കമന്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.